പേരെന്താണ്? സർ ബെഞ്ചമിൻ ഇട്ടി. ഇട്ടി സാറിന്റെ നാട്ടുകാർക്കെല്ലാം വലിയ കാര്യമാണ്, പക്ഷെ ഇവൻ അയാളുടെ മോനായിട്ട്. പട്ടി സാറേ മര്യാദയ്ക്ക് സംസാരിച്ചില്ല, ഞാൻ വല്ല മനുഷ്യാവകാശത്തിനുള്ള കേസ് കൊടുക്കും കേട്ടോ. ഞാനൊരു പട്ടിന്ന് മാത്രല്ലേ വിളിച്ചുള്ളൂ. പട്ടി തെറിയോ സാറേ? ആണോ? ആയിരിക്കുന്ന മഹാത്മാഗാന്ധി ആയിട്ടൊന്നുമില്ല നിന്നെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തേക്കുന്നത്. നീ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി രൂപ 2 ലക്ഷം കാണാതായത്. അത് തപ്പി ഇറങ്ങി നിന്റെ മാനേജർ ഒരാഴ്ചയായിട്ട് ആരും കണ്ടിട്ടില്ല. കാശ് അടിച്ച് നീ ഞാൻ കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് പട്ടി സാർ കറക്റ്റായിട്ടുള്ളതല്ലെങ്കിൽ പറഞ്ഞു. നീ എല്ലാം സമ്മതിക്കണ്ടാവേ, റിസീവ് ചെയ്യില്ല. നീ ഒരു 1 ലക്ഷം സമ്മതിച്ചാൽ പറ. ഞാൻ 1 ലക്ഷം എടുത്തിട്ടുള്ളൂ സാറേ. പിന്നെ അതിന് മുമ്പ് ഒരു പല പ്രാവശ്യമായിട്ടൊരു 14 ലക്ഷം എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കണക്കി പറഞ്ഞ പൈസ സാറേ, അതാ ഒരു കംപ്ലൈൻറ്റ് വരാം. പിന്നെ എന്തിനാടാ പൊട്ട അതിപ്പോ പറഞ്ഞത്? അതൊക്കെ പോട്ടെ. മാനേജർക്ക് എന്താ അയാൾ അവസാനമായിട്ട് കാണാമെന്ന് നിന്നെ. അത് കഴിഞ്ഞ് അയാളെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവിടെ വെച്ചൊരു ഉന്തും നല്ല ഉണ്ടായി സാറേ. പുള്ളി തലയടിച്ച് താഴെ വീണു, ആളുപടിയായി പോയി. പിന്നെ വീട്ടിലെ അടുക്കളയിൽ തറക്കകത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ദൃശ്യം പ്ലസ് ആവേശം. സിനിമാക്കാർക്ക് രണ്ടെണ്ണം പറയാൻ പോയി. ഇത്രയൊക്കെ വന്നോടാ. കുഴിയെടുക്കാൻ വേണ്ടി 2 ബംഗാളികളെ കൂട്ടിയായിരുന്നു. അവരും അതിനകത്തുണ്ട്. ഞാൻ പോയി SP റിപ്പോർട്ട് ചെയ്തു തരാം. ഓക്കെ ആ ഗ്യാപ്പിൽ താൻ ഇവനൊരു ചാമ്പ്യൻ സാറേ, എന്തെങ്കിലും. ഹിന്ദിക്കാർ 2 പേരല്ല 3 പേരുണ്ടായിരുന്നു. അവരെ വേറൊരു മുറിയിൽ കൂടെ ആയിട്ട് കുഴിച്ചിട്ടുണ്ട്. 4 ഈ കൊമ്പ് ഇൻബിൽറ്റായി പോയി. ഇല്ലെങ്കിൽ ഞാനൊരു ഓടി തങ്ങാൻ പോട്ടെ. അയ്യോ ചത്തേട്ടാ പോലെ തോട്ടര് തന്നെ, നിനക്കറിയില്ല ചാത്തന ഞാൻ.